ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ മലബാർ സ്റ്റൈലിലുള്ള ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചട്ടിപ്പത്തിരിയുടെ റെസിപ്പിയാണ്. അപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണിത് തയ്യാറാക്കുക എന്നുള്ളതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഇതിന് വേണ്ട ഫില്ലിംഗ് ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ വെളിച്ചെണ്ണ ഇവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു 2 സവാള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതിട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്കൊരു 2 പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അല്പം മല്ലിയിലയും അല്പം കറിവേപ്പിലയും കൂടെ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഞാനിവിടെ ബീഫ് വെച്ചിട്ട് ചട്ടിപ്പത്തിരിയാണ് കേട്ടോ തയ്യാറാക്കുന്നത്. അപ്പോൾ ബീഫ് ഞാനിവിടെ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് അങ്ങ് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോഴേക്കും ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. ഇപ്പോൾ ഉള്ളിയൊക്കെ ഇവിടെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഈ ഒരു മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് മൂത്ത് വരുന്നത് വരെ ഒന്നങ്ങ് വഴറ്റിയെടുക്കണം. ഇപ്പോൾ പൊടികളൊക്കെ ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ബീഫ് ഇതുപോലെ ക്രഷ് ചെയ്തെടുത്തത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പോൾ ഇത്രയും മതി. നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി നമുക്ക് ചട്ടിപ്പത്തിരിക്ക് വേണ്ടിയിട്ട് ഒരു ബാറ്റർ തയ്യാറാക്കണം. അപ്പോൾ അതിനായിട്ട് 1 കപ്പ് മൈദ ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുത്തതിൻ്റെ പകുതി ചേർത്ത് കൊടുക്കാം. മുഴുവൻ ചേർത്ത് കൊടുക്കേണ്ട, പകുതി മാത്രം മതി. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വെള്ളം കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് ലൂസായിട്ടുള്ളൊരു ബാറ്ററാണ് കേട്ടോ നമുക്ക് വേണ്ടത്. ഒരു ദോശ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്കൊരു 1/4 ഗ്ലാസ് പാലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത്. നമുക്കിതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ലൂസാക്കി എടുക്കാം. ഈ ഒരു ലൂസിലുള്ള മാവാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ നമുക്കിനി ഇത് വെച്ചിട്ട് ദോശ ചുട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ ദോശ ചുട്ടെടുക്കാൻ വേണ്ട പാൻ ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറേശ്ശെ മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ നമുക്ക് ഈ ഒരു പാൻ വെച്ചിട്ടുണ്ട് ഒന്നങ്ങ് ചുറ്റിച്ചു കൊടുക്കാം. മൈദ വെച്ചിട്ടുള്ള ദോശ ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ റെഡി ആയി കിട്ടും കേട്ടോ. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്തിട്ട് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ ചട്ടിപ്പത്തിരിക്ക് വേണ്ട ദോശയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു മാവ് വെച്ചിട്ട് ഞാനൊരു 6 ദോശയാണ് ചുട്ടെടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഇതുപോലൊരു സോസ് പാനിൽ വെച്ചിട്ടാണ് ചട്ടിപ്പത്തിരി തയ്യാറാക്കുന്നത്. അപ്പോൾ അതും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ബൗളിൽ 2 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു അല്പം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നങ്ങ് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള മുട്ടയുടെ പകുതിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു സോസ് പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഈ നെയ്യ് എല്ലാ ഭാഗത്തൊന്നും ആകാൻ വേണ്ടിയിട്ട് പാൻ ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഓരോ ദോശയും എടുത്തിട്ട് ഈ മുട്ടയുടെ മിക്സിയിൽ ഒന്ന് മുക്കിയതിന് ശേഷം നമുക്ക് പാനിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ മസാലയുടെ മിക്സ് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇതുപോലെ മസാല എല്ലാ ഭാഗത്തും ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് അടുത്ത ദോശ എടുത്തിട്ട് ഇതുപോലെ മുട്ടയിൽ മുക്കിയതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ മസാല ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള ദോശയും മസാലയും കൂടെ ഇതുപോലെ തന്നെ ഓരോ ലെയറായിട്ട് ചെയ്തെടുക്കാം.
ഇപ്പോൾ ഇത് മുഴുവൻ ദോശയും മസാലയൊക്കെ ഇതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബാക്കിയുള്ള ആ ഒരു മുട്ടയുടെ മിക്സ് ഇതിൻ്റെ സൈഡിലായിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് ബാക്കിയൊന്നുമില്ല. അപ്പോൾ ബാക്കിയുണ്ടെങ്കിൽ ഇതുപോലെ സൈഡിലും മുകളിലൊക്കെ ആയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് അല്പം മല്ലിയില കൂടെ ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇനി സ്റ്റൗ കത്തിച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ. അപ്പോൾ ഞാനിത് ലോ ഫ്ലെയിമിലിട്ടിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് അടച്ച് വെക്കാം. അപ്പോൾ ആവി ഒട്ടും പുറത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിതിൻ്റെ മുകളിൽ ഒരു വെയിറ്റും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മളിത് വെച്ചിട്ട് 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇത് ഒരു സൈഡ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ മറ്റൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് മറിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ദോശയൊക്കെ ചുട്ടിരുന്ന ആ ഒരു പാനിൽ തന്നെ അല്പം നെയ്യ് ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതുപോലെ അങ്ങ് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇനി ഈ ഒരു ഭാഗം കൂടെ റെഡിയാക്കി എടുക്കണം. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റും കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴേക്കും രണ്ട് സൈഡും ഒരുപോലെ ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ ചട്ടിപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്കിതൊന്ന് എടുത്ത് നോക്കാം. ഇനി നമുക്ക് ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് ഇത് എടുത്ത് മാറ്റാം. അപ്പോൾ അതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ. രണ്ട് സൈഡും ഒരുപോലെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മലബാർ സ്പെഷ്യൽ ബീഫ് ചട്ടിപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.